Hi, welcome to Zeba Diaries. I'm Zeba Zakaria. This is the first time I'm coming in front of my camera. I have been in my channel. I came before. Might have seen my previous video. That was a cookery show conducted by the Media One channel. That's a popular Malayalam channel. So I got to be a part of it, just one episode, but I'm really glad I could do that. So after the show, everyone told me you should come in front of the camera. Before also they used to tell me, but I was a bit nervous about coming in front of the camera. That's why I was behind it till now. But after the show, I think I can do that. I could do well. So that's why I'm here in front of you. And I take this opportunity to thank each one of you, each of my subscribers. We are a family of 400 subscribers now, around 400. So I would like to thank each and every one of you who supported me till now, and I need your support further too. We have a long way ahead with me. Many had asked me to do a video in Malayalam. Why don't you do that in Malayalam, so it'll be easy for everyone. Like, I'm from Kerala basically, so from the people from there it'll be easy and they like it more. So before also they used to tell me, and after the show it increased. Like literally everyone is saying that it'll be too good, it's nice, you're doing well in Malayalam, so why don't you do that and all. And yes, I need to try that then. I should try it. So I thought, okay, fine, but I don't know how many non-Malayalis are there in my subscriber list, and so I really would like to know if there are any non-Malayalis. Please do comment below, and I would like to know the response also, like how my Malayalam video was going. I started my YouTube journey in English. English everyone knows nowadays. So I thought, okay, it'd be better to do it in English. So those who don't know Malayalam also can follow me. So if there are any non-Malayali subscribers, please do let me know in the comment section below. I'm planning to do this video in Malayalam, so I'm going to switch my video to Malayalam. So let's do that. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയൊരു തുടക്കത്തിലേക്ക്, സേബ ഡയറീസ് എന്ന ചാനലിൻ്റെ പുതിയൊരു തുടക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളം വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഡേ ഇൻ മൈ ലൈഫ് ഒരു റുട്ടീൻ വീഡിയോ. എൻ്റെ ഒരു ഡേ എങ്ങനെ പോകുന്നു എന്നുള്ളതൊരു. അപ്പം എൻ്റെ ഡേയിൽ അങ്ങനെ കുറേ കാര്യങ്ങളൊന്നുമില്ല. എല്ലാ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ വീഡിയോയിലും ഉണ്ടാവുക. ലൈക്ക് രാവിലെ എണീക്കുന്ന, മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കുന്ന, അങ്ങനത്തെ കുറച്ചില്ല എല്ലാ വീട്ടിലുള്ള കാര്യങ്ങൾ. പക്ഷേ ഞാനതെങ്ങനെ റുട്ടീനായിട്ട് കൊണ്ടുപോകുന്നതല്ല. പക്ഷേ ഇതെങ്ങനെ എന്നും ഞാൻ ഫോളോ ചെയ്ത് പോകുന്ന കാര്യങ്ങളൊന്നും അല്ല. എനിക്ക് ചില ദിവസം ഭയങ്കര മടിയായിരിക്കും, അന്ന് ഞാൻ ഫുൾ റിലാക്സ്ഡ് ആയിരിക്കും. അപ്പം ഇറ്റ് ഡിപ്പെൻസ് എങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും ആ പണികളൊക്കെ ഞാൻ ചെയ്തിരിക്കും. അപ്പം അതാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പം എന്ത് തെറ്റുകളുണ്ടെങ്കിലും എനിക്ക് പോയിൻ്റ് ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. അതുമാത്രമല്ല, എനിക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് വേണം. അപ്പോൾ നമുക്ക് തുടങ്ങാം ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. ഇതിപ്പോൾ തലേ ദിവസം രാത്രിയാണ്. പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഉണ്ടാക്കുന്നത് വെള്ളപ്പവും പൊട്ടാറ്റോ സ്റ്റൂവും ആണ്. അപ്പം ഡിന്നറൊക്കെ കഴിഞ്ഞപ്പോൾ വെള്ളപ്പത്തിനുള്ളത് അരച്ച് വെച്ചു, മാവ് അരച്ച് വെച്ചു. പൊട്ടാറ്റോ സ്റ്റൂവിനുള്ള പൊട്ടാറ്റോ വേവിക്കുകയാണ്. ഒരു ചെറിയ കഷ്ണം ഉള്ളിയും 2 പച്ചമുളക് കൂട്ടിയിട്ട് പൊട്ടാറ്റോക്കുള്ളത് വേവിക്കാൻ വെക്കുകയാണ്. എന്താ വെച്ചാൽ രാവിലെ ബസ്സൊക്കെ നേരത്തെ വരും, സ്കൂളിലേക്കുള്ള 5:30 വരും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ രാത്രി കുറച്ച് പണി ചെയ്ത് വെച്ചാലേ നമുക്ക് നടക്കുകയുള്ളൂ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ. അപ്പം ഇത് വേഗം വേവിച്ചിട്ട് പുറത്ത് തന്നെ വെക്കും. പിന്നെ ഫ്രിഡ്ജിലേക്കൊന്നും വെക്കുന്നില്ല, പുറത്ത് തന്നെ വെച്ചിട്ട് രാവിലെ തേങ്ങാപ്പാൽ വയ്ക്കുന്ന പണിയേ ഉണ്ടാവുള്ളൂ. മക്കൾക്ക് സ്കൂളിലേക്കുള്ള എല്ലാ കാര്യങ്ങളും തലേന്ന് തന്നെ റെഡിയാക്കി വെക്കും. ടൈം ടേബിൾ നോക്കൽ, ഷൂ പോളിഷ് ചെയ്യലൊക്കെ തലേന്ന് തന്നെ ചെയ്യും. രാവിലെ ഭയങ്കര തിരക്കായിരിക്കും. ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ മറന്നെങ്ങാനും പോയാൽ രാവിലെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഒക്കെ റെഡിയാക്കിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞു, നമ്മൾ കിടക്കാൻ പോവാണ്. വീക്ക് ഡേയ്സിൽ നേരത്തെ കിടക്കും. നമ്മൾ ഒരു 9:30 ആകുമ്പോഴത്തേക്കും എന്തായാലും കിടക്കും. മക്കളും നമ്മൾ കിടന്നാലേ ഉറങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ വേഗം കിടക്കും. എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് 4 o'clockനാണ്. 4 മണിക്ക് എണീക്കും. വീക്ക് ഡേ മാത്രം കേട്ടോ. വീക്കെൻഡ്സ് പിന്നെ നമ്മൾ കുറച്ച് നല്ല ഫ്രീ ആണല്ലോ. അപ്പം വീക്ക് ഡേ സാറ്റർഡേ ടു തേഴ്സ്ഡേയ്സ് 4 o'clockന് എണീക്കും. ഫസ്റ്റ് ചെയ്യുക പാല് തിളപ്പിക്കാൻ വെക്കുകയാണ്. മക്കൾ പാല് മാത്രം കുടിച്ചിട്ടാണ്
സ്കൂളിൽ പോണത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകും. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രേക്ക് ഉണ്ട് അവിടെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കൂളിൽ നിന്ന് കഴിക്കും. അപ്പോൾ നമുക്ക് വെള്ളപ്പം വേഗം ചുട്ടെടുക്കണം. പിന്നെ കറി ആക്കണം. കറി ജസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് താളിക്കാനേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ തലേന്ന് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ ചെയ്യണം. ഞാനെല്ലാം ടിഫിൻ വരെ പാക്ക് ചെയ്തിട്ട് വെള്ളമൊക്കെ വാട്ടർ ബോട്ടിലൊക്കെ റെഡി ആക്കിയിട്ട് ഞാൻ അവരെ വിളിക്കലുള്ളൂ. അപ്പോഴത്തേക്കൊരു 4:30 ആവും. സ്റ്റൂവിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിൻ്റെ മുന്നേ നല്ലോണം തിളപ്പിക്കും. രാത്രി ഉണ്ടാക്കി വെച്ചതുകൊണ്ട് നല്ലോണം തിളപ്പിച്ചിട്ടാണ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. ഇപ്പോൾ ഫ്രഷ് തേങ്ങ കൊണ്ടാണ് തേങ്ങാപ്പാൽ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ തേങ്ങാപ്പാൽ എടുത്ത് വെക്കും. കാരണം രാവിലെ മിക്സിയെല്ലാം ഓണാക്കുമ്പോഴത്തേക്കും മോനെല്ലാം എണീക്കും. അപ്പം തലേന്ന് തന്നെ ആക്കി വയ്ക്കലാണ്. ഇതിപ്പോൾ കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. അത് ഇപ്പം ഇതും ഈ കോക്കനട്ട് മിൽക്ക് പൗഡർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കും. പിന്നെ കടുകും ഉണക്കമുളകും കറിവേപ്പില ഇട്ടിട്ട് താളിക്കും. സിമ്പിളാണ് കറി. വേറെ വെജിറ്റബിൾസ് ഒന്നുമില്ല. പൊട്ടാറ്റോ ആണ് ഇഷ്ടം മക്കൾക്ക്. പിന്നെ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റൂ ഉണ്ടാക്കലും. ഇപ്പം മക്കൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളപ്പം മാത്രമേ ഉണ്ടാക്കണുള്ളൂ. അവരെ ടിഫിനാക്കാനുള്ളത്. ബാക്കിയുള്ളത് അവർ പോയിട്ടേ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ ചൂടോടെ കൊടുക്കുകയും ചെയ്യാം. അതുമാത്രമല്ല ഇപ്പം നമ്മൾ നിന്നാൽ സമയം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഇത് വേഗം ഫിനിഷ് ചെയ്ത് ടിഫിനാക്കിയിട്ട് എന്നിട്ട് വേണം അവരെ വിളിക്കാൻ. ഇപ്പോൾ കറിക്കുള്ളത് ഞാൻ തൂമിച്ചിട്ടുണ്ട്. അതൊഴിച്ചിട്ട് ടിഫിനാക്കണം. പിന്നെ ഹസ്ബൻഡ് ടിഫിന് കൊണ്ടുപോകും. അപ്പോൾ അതിന് എന്തെങ്കിലും മതി. അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. അപ്പം ഇന്ന് ഞാനിപ്പോൾ വെജിറ്റബിൾ റൈസും ഒരു ഫിഷ് ഫ്രൈയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബസ്മതി റൈസ് ഒന്ന് തിളപ്പിക്കാനും വെക്കണം. കുറച്ച് ഉപ്പിട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചാൽ മക്കൾ റെഡിയാക്കുമ്പോഴത്തേക്കും അതായിക്കോളും സൈഡിൽ. അപ്പോൾ അതങ്ങനെ ആക്കി വെക്കണം. മക്കളെ വേഗം റെഡിയാക്കുകയാണ്. മിഷാലെല്ലാം ഒറ്റയ്ക്ക് ചെയ്യും. ഒന്നെങ്കിൽ കോളർ ബട്ടൺ ഇടാനോ ബെൽറ്റ് ഇടാനോ ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അവൻ പറയുകയാണെങ്കിൽ മാത്രം. സാറിനെ പിന്നെ ഫുൾ റെഡിയാക്കി കൊടുക്കണം. ബാക്കിൽ ടേബിളിൻ്റെ മേലെയുള്ള മെസ്സ് നോക്കണ്ട. അത് ഹസ്ബൻഡ് ഇന്നലെ രാത്രി വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അത് അങ്ങനെ തന്നെ ഓണാക്കി വെച്ചിട്ടാണ് ഉറങ്ങിയിട്ടുള്ളത്. രാവിലെ വേറെ എന്തൊക്കെയോ ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമുക്ക് പോകാൻ സമയമായി. ബസ് ഇപ്പോൾ വരും. അപ്പോൾ നമ്മൾ താഴെ പോയി വെയിറ്റ് ചെയ്യണം. തണുപ്പായതുകൊണ്ട് ഇപ്പോഴും ഇരുട്ടാണ്. വെളിച്ചം വരാനൊരു 6 മണിയൊക്കെ ആവും. ഇതിപ്പോൾ ഞാൻ ഒരാഴ്ച മുമ്പ് എടുത്തതാണ്. ഇപ്പോൾ പിന്നെയും തണുപ്പിന് കുറവെല്ലാം ഉണ്ട്. അപ്പം അതൊക്കെ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. ഇതിപ്പോൾ ഞാൻ കുറച്ച് ബഹൂര് കത്തിക്കുകയാണ്. ഇവിടെ ഇക്കാക്ക് നിർബന്ധമാണ് എന്നും രാവിലെ ഇത് കത്തിക്കണം എന്നുള്ളത്. ഫ്രഷ് ഫീലിംഗാന്ന് പറയും എപ്പോഴും. രാവിലെ എണീറ്റ് വരുമ്പം നല്ല സ്മെല്ല് ഉണ്ടാവണമല്ലോ. അപ്പോൾ ഇതെന്നും കത്തിക്കും. ഇനി ബാക്കിയുള്ള വെള്ളപ്പം നമുക്ക് വേഗം ചുട്ടെടുക്കാം. കൂടെ ടിഫിനാക്കണം. അപ്പോൾ ടിഫിനുള്ളതാണ്, വെജിറ്റബിൾ റൈസിനുള്ളതാണ്. ഉള്ളിയും പിന്നെ കുറച്ച് ഫ്രോസൺ വെജിറ്റബിൾസും എല്ലാം ഇട്ടിട്ട് അത് വേഗം ആക്കിയെടുക്കണം. ആ ചട്ടിയിൽ മീൻ പൊരിക്കാനുള്ളതാണ്. എന്നും ചോറൊന്നും അല്ല കൊണ്ടുപോവുക. ചപ്പാത്തി അല്ലെങ്കിൽ ഇങ്ങനെ സാൻഡ്വിച്ചുകൾ എല്ലാം കൊണ്ടുപോകും. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പിന്നെ പുറത്തുനിന്ന് കഴിക്കുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ടിഫിൻ എടുക്കുന്നത്. അത് എളുപ്പം കഴിക്കാൻ പറ്റുന്നതാണ്. കൈ കൊണ്ടൊന്നും കഴിക്കാൻ പറ്റുന്ന ഇഷ്ടമില്ല. അപ്പോൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ചായ ആവുന്നുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. ഞാൻ ഇത്ര നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലില്ല. ഇപ്പം ഇക്ക മാത്രമേ കഴിക്കുള്ളൂ. എനിക്ക് രാവിലത്തെ ചായയും ബിസ്ക്കറ്റും അങ്ങനെയാണ് ഇഷ്ടം ഫസ്റ്റ് കഴിക്കാൻ. ഞാനത് കഴിക്കലുണ്ട്. പിന്നെ ആഡം ഇത്ര നേരത്തെ എണീക്കും. ഓരോ ദിവസം ഓരോ പോലെയാണ്. ഇന്നിപ്പോൾ നേരത്തെ എണീറ്റ് ചില ദിവസം നല്ല ഉറങ്ങും. നേരം വൈകി എണീക്കൽ. അവൻ എണീക്കുന്ന പോലെയാണ് എൻ്റെ ഒരു ദിവസം പോകുന്നത്. അവൻ്റെ മൂഡനുസരിച്ചോ അവൻ്റെ റൊട്ടീൻ അനുസരിച്ചൊക്കെ. ടിഫിൻ റെഡിയായി. ഇനി നമുക്ക് നല്ല സമാധാനമായിട്ടിരുന്ന് ചായ കുടിക്കാം. ഇക്കാക്ക് ചായ കൊടുത്തിട്ടുണ്ട്. രാവിലത്തെ ചായ ഇങ്ങനെ സ്വസ്ഥമായിട്ട് എല്ലാ പണിയും കഴിഞ്ഞ് സമാധാനമായിട്ടിരുന്ന് കുടിക്കാനാണ് എനിക്കിഷ്ടം. ഇപ്പം ഞാൻ ബിസ്ക്കറ്റ് നിന്ന് കണ്ടപ്പോൾ മാഡമിനും വേണം. അപ്പോൾ അത് കൈ വാങ്ങി കൈ പിടിച്ചിന് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റും അതിലൂടെ നടക്കുന്നുണ്ട്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം ഇക്ക പോയിട്ട് നമുക്ക് ബാക്കിയുള്ള പണിയിലേക്ക് നടക്കണം. ക്ലീനിങ് എല്ലാം അത് കഴിഞ്ഞിട്ടാണ്.
ഇന്ന് ബെഡ്ഷീറ്റ് മാറ്റണം. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം. ഇത് ഒരു ഫിറ്റഡ് ഷീറ്റാണ്. ഫിറ്റഡ് ഷീറ്റ് അതിന് ഐക്യെന്ന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ ബാക്കിലൊരു ഷീറ്റ് പോലെ, റബ്ബർ ഷീറ്റ് പോലെയാണ്. അപ്പം പാമ്പേഴ്സ് ലീക്ക് ആവുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആവുകയാണെങ്കിലും ബെഡ് കേടുവരില്ല. ഇത് നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ വിരിച്ചിട്ടാൽ നല്ല വൃത്തിയിൽ ടൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും. ഇത് ഓൺലൈനിലും കിട്ടാനുണ്ട്. ഞങ്ങൾ അവിടെ നാട്ടിലേക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ടായി. അപ്പോൾ ഇതിവിടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് പെട്ടെന്ന് തന്നെ. ആഡമിനെ ഫ്രഷ് ആക്കണം. ആഡം കുളിച്ച് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ആഡമിൻ്റെ ഓരോ ഇത് കഴിഞ്ഞ് ഇനി അവനൊന്ന് പിടിച്ച് കിടത്തി ഉറക്കണം. ചില സമയത്ത് ഉറങ്ങും, ചില സമയത്ത് ഉറങ്ങില്ല. ഇതിപ്പോൾ ഉറക്കാൻ കുറേ ട്രൈ ചെയ്തതാണ്, പക്ഷെ ഉറങ്ങുന്നില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ലോണ്ട്രിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അയൺ ചെയ്യാൻ പുറത്ത് കൊടുക്കലാണ്. അപ്പോൾ ഞാൻ ഇത് കബേർഡിൽ വെക്കുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇതെല്ലാം പെയർ ചെയ്തിട്ട് വെക്കും. ഇങ്ങനെ പാൻറ്റിൻ്റെ ഉള്ളിൽ പാൻറ്റ് തുറന്നിട്ട് പാൻറ്റിൻ്റെ ഉള്ളിൽ ഷർട്ട് വെക്കും. അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ അടിയിൽ നിന്ന് വലിക്കാൻ നിൽക്കുമ്പോൾ കബേർഡ് മൊത്തം പെട്ടെന്ന് കേട് വരും അവർ സ്വന്തമായിട്ട് എടുക്കുമ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ഷഫിൾ ചെയ്തിട്ടാണ് ഇങ്ങനെ പെയർ ചെയ്ത് വെക്കൽ. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ആക്കി വെക്കലാണ് ഒരു എളുപ്പത്തിന്. അവർക്കും എളുപ്പമാണ്, ഇക്കാക്കും എളുപ്പമാണ്, എനിക്കും എളുപ്പമാണ്. മറ്റേത് കബേർഡെല്ലാം എപ്പോഴും ഇങ്ങനെ കുഴഞ്ഞിട്ടാണ് കിടക്കുക. അപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചാൽ ഓരോ ദിവസം മേലെന്ന് എടുത്താൽ മതിയല്ലോ. ഇനി വാഷ് ചെയ്യാനുള്ള കട അപ്പോൾ കിച്ചൺ ക്ലീൻ ചെയ്യണം ഇനി ഫുള്ളായിട്ട് ഒന്ന്. അങ്ങനെ ഓരോ പ്രാവശ്യം കിച്ചണിൽ കയറിയിട്ടും പുറത്തിറങ്ങുമ്പോൾ ഒന്ന് ഫുൾ ക്ലീൻ ആക്കിയിട്ടാടുക. കാരണം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി കയറുമ്പോൾ ഒരു മടുപ്പായിരിക്കും, ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ ഞാൻ എല്ലാം മടക്കി വെക്കുകയാണ്. അയോൺ ചെയ്യാനുള്ളതൊക്കെ അയോൺ ചെയ്ത് വെക്കും, മടക്കി വെക്കാനുള്ളതൊക്കെ മടക്കി വെച്ചിട്ട് പിന്നെ നെക്സ്റ്റുള്ള ഇത് ഉണക്കാനിടണം. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് എല്ലാം ഒന്ന് അയോൺ ചെയ്തിട്ടാണ് വെക്കൽ. കാരണം ഒന്ന് ചൂടാക്കി വെക്കുമ്പോൾ ഒരു റാഹത്താണ്, മക്കളുടെ എസ്പെഷ്യലി. ഒക്കെ ജസ്റ്റ് ഒന്നിങ്ങോട്ട് ചൂടാക്കിയിട്ട് വെക്കും. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഒരു 9:30 ആയി. സാറ് ഒരു 10:45 ഒക്കെ ആകുമ്പോഴത്തേക്കും എത്തും. അവർക്ക് 10:30 വരെ ക്ലാസ്സുള്ളൂ. KG1 KG2 അങ്ങനെയാണ് ഇവിടെ നേരത്തെ കഴിയും. ആഡം ഇതുവരെ ഉറങ്ങിയിട്ടില്ല. കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് ആഡമിനെ ഉറക്കാൻ. ഇനിയിപ്പോൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പെട്ടെന്ന് ക്ലീൻ ആക്കണം. ക്ലീൻ ആക്കിയിട്ട് ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അത് സൺഡേസ് അധികവും ചെയ്യല്. കാരണം ഫ്രൈഡേ സാറ്റർഡേ കഴിഞ്ഞാൽ വീടൊരു കോലയായിരിക്കും. അപ്പോൾ അന്നാണ് ഞാൻ ഫുള്ള് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ വേഗം തട്ടി ജസ്റ്റ് ഒന്ന് അടിച്ചു വരെ തുറക്കലേ ഉള്ളൂ. സാറ വരുമ്പോഴത്തേക്കും ക്ലീനിങ് തീർക്കലാണ്. പിന്നെ സാറ വന്നിട്ടാണ് പിന്നെ ലഞ്ചിനുള്ള പരിപാടി നോക്കൽ. കുറച്ചും കൂടി ടൈം ഉണ്ടായതുകൊണ്ട് വേഗം കുറച്ച് ഉള്ളിയെല്ലാം ആക്കി വെക്കുന്നതാണ്. വെരി ഗുഡ്. സാറൊക്കെ ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം. ഇപ്പം മീൻകറിക്കുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. സാറക്ക് മുട്ട മതി എന്ന് പറഞ്ഞു. അപ്പം മുട്ട ആക്കണം. ഇപ്പോൾ കളർ ചെയ്യാൻ ഇരുന്നിട്ടുണ്ട് ആൾ. നല്ല ഇഷ്ടമാണ് കളർ ചെയ്യാൻ. എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് കളർ ചെയ്തോളൂ. ആഡം ഒന്ന് ഉറങ്ങി, ഒരു 5 മിനിറ്റേ ഉറങ്ങിയിട്ടുള്ളൂ. പക്ഷേ അപ്പോഴത്തേക്കും എണീറ്റ് മീൻകറി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് കാളനും പിന്നെ ഒരു വെണ്ടയ്ക്ക ഉപ്പേരിയും മീൻ പൊരിച്ചതുമാണ്. ഞാൻ ഉച്ചക്ക് നല്ലോണം ഭക്ഷണം ഉണ്ടാക്കലുണ്ട് സാധാരണ തന്നെ. കാരണം മക്കൾ ഉച്ചക്ക് നന്നായിട്ട് കഴിക്കും. സ്കൂളിലൊക്കെ പോയി വരുന്നതുകൊണ്ട് വിശക്കുന്നുണ്ടാവും. അപ്പോൾ പിന്നെ ചെല്ലേണ്ടതൊക്കെ അങ്ങോട്ട് വെജിറ്റബിൾസ് ആയാലും ചോറായാലും ഒക്കെ അങ്ങോട്ട് നല്ലോണം കഴിക്കുമ്പോൾ പിന്നെ അതങ്ങോട്ട് കയറിക്കോളുമല്ലോ വെച്ചിട്ട് എന്നും ചോറ് തന്നെ ഉണ്ടാക്കും. മീൻകറി പിന്നെ ഇവിടെ സ്ഥിരമാണ്. ചോറാണെങ്കിൽ മീൻകറിയാണ് ഇഷ്ടം. അതും മുളകിട്ട കറിയാണ് ഇഷ്ടം. തേങ്ങ അരച്ചൊന്നും ഇഷ്ടമല്ല. ഇക്കാക്കായാലും വിശാലിനായാലും അങ്ങനെയാണ്. പിന്നെ മീൻകറി 2 ദിവസത്തേക്കൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി വയ്ക്കലാണ് സാധാരണ. എപ്പോഴും ഉണ്ടാക്കണ്ടല്ലോ വെച്ചിട്ട്. അപ്പം നമ്മളിനി വെണ്ടയ്ക്ക ഉപ്പേരിക്കുള്ളത് അരിയാണ്. വെണ്ടയ്ക്ക വേഗം അരിഞ്ഞിട്ട് അതും അടുപ്പത്ത് കയറ്റണം. മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങി വെച്ചിട്ട് നമുക്കിനി വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കാം. ഭയങ്കര ഈസി ഉപ്പേരിയാണ്.
കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഒരു 6-7 ചെറിയ ഉള്ളിയും അതിലേക്ക് കുറച്ച് ക്രഷ്ഡ് മുളക് അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുക്കുക. ഒരുമിച്ച് ചതച്ചാൽ മതി. എന്നിട്ട് അത് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഞാൻ ഇതെടുക്കുന്നതിനനുസരിച്ച് ക്യാമറ ഷെയ്ക്ക് ആവുന്നുണ്ട്. അപ്പോൾ നമുക്കത് എണ്ണയ്ക്ക് ഇടാം, ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ഇതായിട്ട് വരുമ്പോഴത്തേക്കും വെണ്ടയ്ക്ക ഇടുക. പിന്നെ ഒന്നായിട്ട് കുറച്ച് നല്ല ഹൈ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്നിങ്ങനെ സ്റ്റിർ ഫ്രൈ ചെയ്തിട്ട് വേവിച്ചെടുത്താൽ മതി. സിമ്പിളാണ്. കുറച്ചൊന്ന് വെന്തിട്ട് ഉപ്പിട്ടാൽ മതി, അല്ലെങ്കിൽ ആ പശ പിന്നെ ഇങ്ങനെ ഒട്ടി നിൽക്കും, വെണ്ടയ്ക്കയിലെ പശ. കുറച്ച് പരന്ന പാത്രം എടുക്കുകയാണ് നല്ലത്, ഫ്രൈ പാൻ പോലെ. കാരണം ഒരു ഇളക്കി എടുക്കാൻ സുഖം ഇതായിരിക്കും. ഇനി അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മോരുകറി നോക്കാം. മോരുകറി നമ്മൾ കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്ത് നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കണില്ല, ജസ്റ്റ് നല്ല കട്ടി തൈര് എടുത്തിട്ട് അത് ഈ കഷ്ണത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണേ ഉള്ളൂ, തിളപ്പിക്കണില്ല. തിളപ്പിച്ച് വരുമ്പോഴത്തേക്കും തൈര് പിരിയും. അപ്പോൾ ഒന്ന് സൈഡിലിങ്ങനെ പത വരുമ്പോൾ അങ്ങോട്ട് ഓഫ് ചെയ്യുക. എന്നിട്ട് കടുകും കുറച്ച് നല്ല ജീരകവും ഉണക്കമുളകും കറിവേപ്പില ഇട്ടിട്ട് തൂമിക്കുക. ഇത്രയേ ഉള്ളൂ മോരുകറി. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കുന്ന സാധനങ്ങൾ അപ്പം തന്നെ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കലാണ്. അത് ഫ്രിഡ്ജിലേക്കും കൂടി വെക്കാൻ പറ്റുന്ന പാത്രങ്ങളാണ് ഉപയോഗിക്കൽ. അപ്പോൾ പിന്നെ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചൺ ക്ലീൻ ആക്കിയിട്ട് വെക്കുക. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ വെച്ചാൽ മതി, പിന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഡിഷ് വാഷറിലുള്ള പാത്രങ്ങളൊക്കെ പുറത്തെടുത്തിട്ട് ബാക്കിയുള്ള നമ്മൾ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ലോഡ് ചെയ്യണം. ഉച്ചക്കത്തെയും രാത്രിത്തെയും കൂടിയാണ് ഡിഷ് വാഷറിൽ വെക്കൽ. എന്നിട്ട് പിന്നെ രാത്രി ഓണാക്കും. അങ്ങനെ ഒരു പ്രാവശ്യമാണ് ഒരു ദിവസം ഡിഷ് വാഷർ ഓണാക്കൽ. ഇനി ബാക്കി എന്തെങ്കിലും പാത്രം കുറച്ച് വരുള്ളൂ, അത് ഞാൻ അങ്ങോട്ട് കഴുകും. ഇപ്പോൾ കിച്ചണൊക്കെ ക്ലീനാക്കി. ഇനി ചോറൊന്ന് വാർക്കണം, പിന്നെ മീൻ പൊരിക്കാനും കൂടി ഉണ്ട്. അതുകൂടി കഴിയുമ്പോഴത്തേക്കും മിഷാൽ വരും. മീൻ പൊരിക്കാനിട്ടിട്ടുണ്ട്. കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പാത്രങ്ങൾ മാത്രമേ കഴുകാണ്ടാവുള്ളൂ. മിഷാൽ വന്ന് കുളിക്കുന്ന സമയം കൊണ്ട് ഞാൻ ഡ്രസ്സെല്ലാം വിരിച്ചിട്ട് ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച്, ഭക്ഷണം 3 ആൾ ഒരുമിച്ചാണ് കഴിക്കുക. ആഡമിന് നേരത്തെ കൊടുക്കും, ചില ദിവസം നമ്മൾ കഴിക്കുമ്പോൾ തന്നെ കൊടുക്കും. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീൻ ആക്കുകയാണ്. രാത്രി തന്നെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. ഇക്കാക്ക് ഡിന്നറുണ്ട്, ഓഫീസിൽ ഡിന്നറുണ്ട്, അപ്പോൾ ഭക്ഷണത്തിന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ്. പിന്നെ രാത്രിത്തേക്ക് കുക്കിംഗ് ഒന്നുമില്ല, അല്ലെങ്കിൽ പിന്നെ ഉച്ച കഴിഞ്ഞ് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് കുക്കിങ്ങിന് കയറൽ. ഇപ്പം എല്ലാ പണിയും കഴിഞ്ഞു. ഇന്നിപ്പോൾ തേഴ്സ്ഡേ ആയതുകൊണ്ട് മിഷാലിന് നോർമലി മദ്രസ ഉണ്ടാവലുണ്ട്, പക്ഷേ ഇന്ന് ഹോളിഡേ ആണ്. അതുകൊണ്ട് എല്ലാവരും ഉറക്കാൻ കിടത്തി. ഞാൻ കുറച്ച് എഡിറ്റിങ്ങിനൊക്കെ ഇരുന്നു. നോർമലി രാവിലെ ആഡം ഉറങ്ങുകയാണെങ്കിൽ എല്ലാവരും സ്കൂളിൽ പോയ സമയത്താണ് ഞാൻ എഡിറ്റ് ചെയ്യൽ. ഉറങ്ങാത്ത ദിവസം ഇങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങുമ്പോഴൊക്കെയാണ് ആദം ഉണ്ടാകുമ്പോൾ നടക്കലില്ല. അപ്പം പിന്നെ ഇങ്ങനെയാണ് ചെയ്യൽ. ഒരു 5-5:30 ആയപ്പോഴത്തേക്കും മക്കൾ എണീറ്റ്. അപ്പോൾ അവർക്ക് പാലും ഉണ്ടാക്കി, കുറച്ച് ചിക്കൻ പോപ്കോൺ ഉണ്ടായി, അപ്പോൾ അത് പൊരിച്ചു കൊടുത്ത് എനിക്കൊരു കോഫി ഉണ്ടാക്കി. ഇവിടെ അങ്ങനെ സ്നാക്സ് ആയിട്ടൊന്നും ഉണ്ടാക്കലില്ല, കാരണം 7:30 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഡിന്നർ കഴിക്കും. നേരത്തെ ഉറങ്ങുന്നതുകൊണ്ട് വീക്ക് ഡേയ്സിൽ. പിന്നെയും വീക്കെൻഡ്സിലാണ് ഇങ്ങനെ ഓരോന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കൽ. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു വീട് ഞാൻ ഉണ്ടാക്കാൻ ട്രൈ ചെയ്തതാണ്, കാർഡ്ബോർഡ് വെച്ചിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട്. ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് പിന്നെ കളഞ്ഞു നമ്മൾ വീടൊക്കെ മാറിയപ്പോൾ. ഇപ്പോൾ ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുറേ ദിവസമായിട്ട് ഇതിൻ്റെ മേലെ തന്നെ എനിക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ നേരം കിട്ടിയതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്ത്. കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയുണ്ട് കുറച്ച് പണി. സ്റ്റിക്കറൊക്കെ തീർന്നുപോയി, പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് ഇപ്പം എന്തായാലും ഫുഡ് പുറത്തുനിന്ന് വേണമെന്നും പറഞ്ഞിട്ട് അത് ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തത്. ഉച്ചക്കത്തെ ഒന്നും എടുത്തില്ല, അതങ്ങനെ തന്നെ വെച്ച്. അതും കിച്ചണൊക്കെ ക്ലീനാക്കി. കിച്ചണ് പിന്നെ എന്നും രാത്രി ഒന്ന് അടിച്ചു വാരും. കിച്ചണും ഡൈനിങ് ഏരിയ ഒന്ന് അടിച്ചു വാരലുണ്ട് രാത്രി ആയാൽ. ഇന്നത്തെ എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. കിച്ചണെല്ലാം ക്ലോസ് ചെയ്ത് പിന്നെ കുറച്ച് മക്കളെ കൂടെ TV എല്ലാം കണ്ടിട്ടാണ് കിടന്നത്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, പ്രത്യേകിച്ച് എൻ്റെ മലയാളം വീഡിയോ. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ടേക്ക് കെയർ. ബൈ.